നീ എന്തേ കാണിച്ചേ? എന്റെ ഡ്രസ് മുഴുവൻ നനഞ്ഞു. അതൊന്നും സാരമില്ല, അതിപ്പോ ഉണങ്ങിക്കോളും. നീ എന്റെ ഡ്രസ്സിൽ വെള്ളം ആക്കിയിട്ട് നിനക്കത് നിസ്സാരമാണല്ലേ? പിന്നെ ഞാനെന്ത് വേണം? നിന്റെ ഡ്രസ്സിൽ വെള്ളം വീണതിന്റെ പേരില് എനിക്കെന്താ തൂങ്ങിച്ചാവാൻ പറ്റൂ? നീ എന്നോടധികം വെള്ളച്ചിലെടുക്കരുത്. നീ എന്താടി എന്നെ കൊരങ്ങളിപ്പിക്കാണോ? ഞാനായിട്ട് കളിപ്പിക്കുന്നല്ലോ, നീയായിട്ട് അങ്ങനെ കളിക്കുന്നതല്ലേ? ഹെടി, നീ ഈ കാണിക്കുന്ന അക്രമങ്ങൾക്കൊക്കെ എന്നോട് മാപ്പ് പറഞ്ഞേ തീരൂ. മാപ്പ് പറയടി. മര്യാദയ്ക്ക് മാപ്പ് പറയാൻ എനിക്ക് സൗകര്യമില്ല. എടി എടി നിന്നോട് ഞാൻ മാപ്പ് പറയാനാ പറഞ്ഞത്. ഞാൻ എന്തിനാ മാപ്പ് പറയുന്നേ? ഞാൻ ചെടി നനയ്ക്കുന്നതിനിടയില് നീ കേറി വന്നതുകൊണ്ടല്ലേ നിന്റെ ഡ്രസ്സ് നനഞ്ഞേ. അതിന് ഞാൻ മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ എന്നെ കൊണ്ട് മാപ്പ് പറയിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല മോളെ. അതുകൊണ്ടേ നീ കേറി പോവാൻ നോക്ക്. ഡി, നീ അധികം അഹങ്കരിക്കണ്ട. നിന്നെക്കാളും വലിയ അഹങ്കാരിയും തന്റേടിയായിരുന്നു പാർവതി. ഇപ്പൊ അവളുടെ സ്ഥിതി എന്തായി? ഉപ്പിന് പോലും ഗതിയില്ലാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കോളനിയിൽ താമസിക്കേണ്ടി വന്നു. അതുപോലെ പാർവതിയെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതുപോലെ നിന്നെയും ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടും. നീ കരുതിയിരുന്നോ? അപ്പോ നീയാണല്ലേ പാർവതി ഇവിടുന്ന് ഇറക്കി വിട്ടതിന്റെ പിന്നിലെ ആണിക്കല്ല്? ശരിയാക്കി തരാം. ഈ വിവരം ഉടനെ പാർവതി അറിയിക്കണം. പ്രഭാതി വന്നിട്ട് ഒത്തിരി നേരമായോ? ഞാൻ എത്ര നേരമായി ഇവിടെ കാത്തു നിൽക്കുന്നു എന്നറിയോ? എനിക്കാണെങ്കിൽ ഇങ്ങനെ ബീച്ചിലോ പാർക്കിലോ വന്നു നിന്നുള്ള ശീലമൊന്നുമില്ല. മാത്രവുമല്ല, അറിയാലോ, എനിക്ക് ധാരാളം ജോലികളുണ്ട്, ഒത്തിരി തിരക്കുകളുണ്ട്. എന്തിനാ? വിശാലോ അവളോ ഇതിനെക്കുറിച്ച് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. കൊള്ളാം, അവനെ നന്നാവുന്നുണ്ട്. ഞാൻ അവനെ അവളെയും കണ്ണേ കരളെ എന്നല്ലേ സ്നേഹിക്കുന്നത്. എന്നിട്ടും അവരെന്നോട് ഇത് പറഞ്ഞില്ലല്ലോ. പ്രഭാവതി, പാർവതിയെ തട്ടിക്കൊണ്ടുവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് വിശാൽ ഒരു പരാതി എനിക്ക് തന്നിരുന്നു. അതനുസരിച്ച് ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടത്. എന്നെയോ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? നിങ്ങൾ വെറുതെ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പ്രതിയാക്കുന്ന സമീപനമേ എന്നോട് കാണിക്കല്ലേ. പാർവതി ഞാൻ എന്തിനാ തട്ടിക്കൊണ്ടു പോന്നേ? മനസാ വാച കർമ്മണ
ഞാൻ അറിയാത്ത കാര്യങ്ങളാ നിങ്ങൾ എന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കുന്നേ. അത് ഞാൻ അനുവദിച്ചു തരില്ല. പ്രഭാവതി, നിങ്ങൾ എന്റെ മുമ്പിൽ നിരപരാധി ചമേണ്ട. നിങ്ങളുടെ മകനും മകന്റെ ഗേൾഫ്രണ്ടും കൂടി പ്ലാൻ ചെയ്താണ് ആളെ ഏർപ്പാടാക്കി പാർവതിയെ തട്ടിക്കൊണ്ടുപോയത്. അതിനുള്ള തെളിവുകൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളാണ് പ്രതിയാവേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. നോ, ഇത് നിങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്തതാ. അരവിന്ദ, നിങ്ങൾ വെറുതെ എന്നെ പ്രതിയാക്കാൻ ശ്രമിക്കണ്ട. കൂൾഡൗൺ പ്രഭാവതി, കൂൾഡൗൺ. നിങ്ങൾ രോഷം കൊള്ളുണ്ട. നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകണ്ടെന്ന് കരുതി വിശാൽ എനിക്ക് നൽകിയിരുന്ന പരാതി പിൻവലിച്ചു. പിന്നെ എങ്ങനെ നിങ്ങളെ എനിക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയും? പക്ഷേ എന്റെ കടമ എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ചോദിച്ചറിയേണ്ടതുണ്ട്. വിശാലിന്റെ ഫോൺ ഇപ്പൊ നിങ്ങളുടെ കയ്യിലാണുള്ളത്. ആ ഫോൺ ആരോ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നാളെ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് എത്രയും വേഗം വിശാലിന്റെ ഫോൺ വിശാലിനെ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ ആ നമ്പർ ഡീആക്ടിവേറ്റ് ചെയ്യണം. പാർവതിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട പരാതി വിശാൽ പിൻവലിച്ചു. പക്ഷേ മറ്റൊരു പരാതി വിശാൽ നൽകിയിട്ടുണ്ട്. വിശാലിന്റെ അമ്മയുടെ മരണത്തിന്റെ കാരണക്കാരെ കണ്ടെത്തണമെന്ന പരാതിയാണ് അത്. അതിന്റെ അന്വേഷണം ഞാൻ ആരംഭിച്ചിട്ടുണ്ട്. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. നമ്മൾ തമ്മിൽ കണ്ട കാര്യം തൽക്കാലം മറ്റാരും അറിയണ്ട. പാർവതി, എന്നും നമുക്ക് ഇങ്ങനെ തന്നെ കഴിഞ്ഞാൽ മതിയോ? നമ്മൾ രണ്ടാളും മാത്രമാവുമ്പോൾ നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞുകൂടാം. പക്ഷേ ഇനി അത് സാധിക്കും. നമുക്കിടയിലേക്ക് പുതിയൊരാൾ കൂടി വരാൻ പോവുക. നമ്മുടെ മോള്. അവൾ വളരുമ്പോൾ അവൾ നമ്മുടെ ഈ പരിമിതമായ സൗകര്യങ്ങളിൽ കഴിഞ്ഞുകൂടിയാൽ ശരിയാവില്ല. കുഞ്ഞിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. അവളെ നല്ല രീതിയിൽ വളർത്തണം. അവളുടെ കാര്യങ്ങൾക്ക് ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. അത് ഞാനും ചിന്തിക്കുന്നുണ്ട് സർ. എൻ്റെ അമ്മയാ നമ്മുടെ മോളായിട്ട് പുനർജനിക്കാൻ പോകുന്നത്. അമ്മ ജീവിച്ചിരുന്ന സാഹചര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഒരു രാജകുമാരിയെ പോലെ അമ്മ ജീവിച്ച് മരിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മോളെയും ഒരു രാജകുമാരിയെ പോലെ തന്നെ നമുക്ക് വളർത്തണം. തീർച്ചയായിട്ടും അത് വേണം സർ. അല്ല, അതിനിപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ താമസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞിനെ സുഖസൗകര്യങ്ങളിൽ സൗഭാഗ്യത്തോടെ വളർത്താൻ സാധിക്കൂ? ഞാൻ പറഞ്ഞത് തനിക്ക് വിഷമായോ? ഞാൻ തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. നമ്മുടെ അവസ്ഥയെക്കുറിച്ച് അറിയാതെ ഞാൻ ഓർത്തു പോയതാ. എൻ്റെ വാക്കും കേട്ട് വീടുപേക്ഷിച്ച് ഈ കോളനിയിലേക്ക് വരേണ്ടിയിരുന്നില്ലെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഏയ്, അതൊരിക്കലും തോന്നുന്നില്ല. തൻ്റെ സ്വസ്ഥതയാ എനിക്കിപ്പോൾ പ്രധാനം. അതിനു വേണ്ടിയല്ലേ നമ്മൾ ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് ഇവിടേക്ക് വന്നതിൽ എനിക്ക് ഒരു പ്രയാസവും തോന്നുന്നില്ല. പക്ഷേ നമ്മൾ ഇവിടെ നിന്നും ജീവിതത്തിൽ ഉയരണം. വീണ്ടും നമ്മൾ ആ പഴയ സൗഭാഗ്യങ്ങളിലേക്ക് എത്തിച്ചേരണം. പക്ഷേ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി സാറിങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് സർ. ഞാൻ കാരണമല്ലേ ഈ ഗതികേടുണ്ടായതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അതിൽ കുറ്റബോധമുണ്ട്. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലടോ. ഇത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഏർപ്പെടുത്തിയ
ഒരു പരീക്ഷണഘട്ടം. ഈ പരീക്ഷണഘട്ടം നമ്മൾ അതിജീവിച്ചേ മതിയാവും. ഇത് നമ്മൾ അതിജീവിക്കണം. തീർച്ചയായും നമ്മൾ അത് അതിജീവിക്കും സർ. അല്ല, എങ്ങനെ അതിജീവിക്കും? അതാണ് ഇപ്പൊ എന്റെ ചിന്ത. നമുക്ക് നമ്മുടേതായ എന്തെങ്കിലും തൊഴിൽ കണ്ടെത്തിയാലോ സർ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ്. എന്ത് തൊഴിൽ ചെയ്യും? എന്ത് ബിസിനസ് ചെയ്യും? തൊഴിൽ ചെയ്യാന്ന് വെച്ചാ ഏത് തൊഴിലാ എനിക്കും തനിക്കും അറിയാവുന്നത്? ചെറിയ രീതിയിൽ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ അതിന് അതിൻ്റെതായ രീതിയിൽ ഒരു മുടക്കുമുതൽ വേണം. നമ്മുടെ കൈവശം ബിസിനസ്സിനെ മുടക്കാനായി എന്താ ഉള്ളത്? താനൊരു കാര്യം ചെയ്യ, കുറച്ച് സമോസ ഉണ്ടാക്കിത്താ. അതാവുമ്പോ കുറച്ച് കാശ് മതിയല്ലോ. താൻ നന്നായിട്ട് പാചകം ചെയ്യുകയും ചെയ്യും. താൻ ഉണ്ടാക്കുന്ന സമോസ ഞാൻ കടകളിലോ വീടുകളിലോ കൊണ്ടുപോയി വിറ്റിട്ട് കാശുമായിട്ട് വരാം. സാറ് എന്നെ കളിയാക്കുവാണോ? ഞാൻ വെറുതെ പറഞ്ഞൊന്നും അല്ലടോ. തനിക്കെന്താ വിഷമായോ? ഏയ്, എനിക്ക് എന്ത് വിഷമം? താൻ വിഷമിക്കണ്ട, നമുക്കൊരു വഴി കാണാം. ഉദയന്നൂരമ്മയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഭക്തയല്ലേ താൻ? അമ്മ ഏതായാലും നമ്മളെ കൈവിടില്ലടോ. അത് തന്നെയാ എൻ്റെ വിശ്വാസം. റിയ, എനിക്ക് നിന്റെ സ്നേഹവും ആത്മാർത്ഥതയും നന്നായിട്ട് അറിയാം. പണം മോഹിച്ചല്ല നീ എൻ്റെ ഒപ്പം നിൽക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ശരിയാണ് ജിതിൻ. ജിതിന്റെ പണം കണ്ടിട്ടല്ല ഞാൻ ജിത്തിനെ സ്നേഹിക്കുന്നത്. എനിക്ക് വേണ്ടത് ജിതിനോടൊപ്പം ഉള്ളൊരു ജീവിതമാ. അതിനുവേണ്ടിയാ ജിതിൻ പറയുന്നത് എന്തും ചെയ്തു തരാൻ തയ്യാറായി ഞാൻ കൂടെ നിൽക്കുന്നത്. റിയ, നിനക്കെന്നെ വിശ്വസിക്കാം. ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല. അതെനിക്കറിയാം ജിതിൻ. പക്ഷേ ഇന്നും നമ്മളിങ്ങനെ ഇരു ധ്രുവങ്ങളിലായിട്ട് കഴിഞ്ഞാൽ മതിയോ? ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം? ജിതിൻ, നമ്മുടെ ജീവിതത്തിലെ നല്ല സമയമോ നമ്മളിപ്പോൾ പാഴാക്കി കളയുന്നത്. അത് ഓർമ്മ വേണം. ഞാനും അത് ചിന്തിക്കുന്നുണ്ട് റിയ. ചിന്തിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് നമുക്കൊരുമിച്ചുള്ള ജീവിതം ആരംഭിക്കണം. അതിനുവേണ്ടി ഇനിയും കാത്തിരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട് ജിതിൻ. റിയ, നമ്മൾ ഉദ്ദേശിച്ച പണം കയ്യിൽ വന്നാൽ മാത്രമേ അതിന് സാധിക്കൂ. അത് നിനക്കറിയാലോ. കേസും കൂട്ടവും ഉള്ളതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് എവിടെ ഒളിച്ച് താമസിച്ചാലും അത് സേഫ് ആവില്ല. ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഒരു സ്വസ്ഥതയും കിട്ടില്ല. അതുകൊണ്ട് സെറ്റിൽഡ് ആവണമെങ്കിൽ അത് വിദേശത്ത് തന്നെ ആവണം. ഇവിടെ നിന്ന് എസ്കേപ്പായി താമസിക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെ വിദേശത്ത് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആ പ്രഭാവതിയും കുടുംബത്തെയും ചതിച്ച് പരമാവധി പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ആ വിദേശ രാജ്യത്തേക്ക് ചേക്കേറി താമസം തുടങ്ങാം. അല്ല, എന്തായി നിന്റെ നീക്കങ്ങൾ? അമ്മയുടെയും മകന്റെയും നിയന്ത്രണം ഇപ്പൊ എന്റെ കയ്യിൽ വന്നു തുടങ്ങി. ഞാൻ പറയുന്നത് എന്തും അവരിപ്പോ കണ്ണും പൂട്ടി അനുസരിക്കും. അതൊരു വലിയ വിജയ. നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടാൻ എളുപ്പമായി. പക്ഷേ ഒരു പ്രധാന തടസ്സം ഇപ്പോഴും പാർവതി തന്നെയാ. അവളുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്തില്ലെങ്കിൽ അവള് നമുക്ക് പ്രയാസങ്ങൾ സൃഷ്ടിച്ചോണ്ടേയിരിക്കും. പാർവതി അവസാനിപ്പിക്കാൻ വേണ്ടി ഞാനും ജാസ്മിനും കൂടി ചേർന്ന് ചില പദ്ധതികൾ ഒരുക്കിയതാ. അപ്പോഴെല്ലാം അവൾ രക്ഷപ്പെട്ടു. അവളെ അവസാനിപ്പിക്കണം. അവളെ എന്നേക്കുമായി നമുക്ക് ഇല്ലാതാക്കാൻ റിയ. ഞാനൊന്ന് നോക്കട്ടെ.
ആ അതെ അതെ അത് ശരിയാണ്. ആ കാര്യം അവരിത് വിശാലിനെയും പാർവതിയെ അറിയിക്കും. പാർവതി ഇതിൽ എങ്ങനെയെങ്കിലും കയറി ഇടപെടും. അതുകൊണ്ട് അതിനുള്ള ഒരിട നമ്മളായിട്ട് ഉണ്ടാക്കാൻ പാടില്ല. അമ്മേ, കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂവിന് ഇടിവ് വന്നപ്പോ അതോടനെ അമ്മ എനിക്ക് അറിയിക്കണം തോന്നി. അതാണ് മറ്റൊന്നും ചിന്തിക്കാതെ ഞാൻ. സാരമില്ല, ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. എടാ, ഇവിടെ ചുവരുകൾക്ക് പോലും ചെവിയുള്ള കാലമാണ്. നമ്മൾ സൂക്ഷിക്കണം. ഇനി സൂക്ഷിച്ചോളാം. ഇപ്പൊ നമ്മൾ ഈ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ എങ്ങനെ തരണം ചെയ്യും, അതാണ് എന്റെ ചിന്ത. എടാ, ബിസിനസ് ആവുമ്പോൾ ലാഭവും നഷ്ടവും ഒക്കെ സ്വാഭാവികമാണ്. നീ ഒന്ന് ക്ഷമിക്ക്. മെല്ലെ മെല്ലെ നമുക്കിപ്പൊ സംഭവിക്കുന്ന നഷ്ടങ്ങളൊക്കെ നമുക്ക് നികത്തിയെടുക്കാം. മദ്യക്കച്ചവടം ലാഭമുള്ള ബിസിനസ് ആണെന്ന് പറഞ്ഞ് റിയ നിർബന്ധിച്ചതുകൊണ്ടാ ഞങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. ഇപ്പൊ കണ്ടില്ലേ സ്ഥിതി. പിന്നെ ഞാൻ നിങ്ങളെ നിർബന്ധിച്ച് ഈ ബിസിനസ്സിലേക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ഞാൻ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. ഈ ബിസിനസ്സിനെ കുറിച്ച് നന്നായി സ്റ്റഡി ചെയ്തിട്ട് തന്നെയാ ഇതാരംഭിക്കാൻ നിങ്ങളോട് പറഞ്ഞത്. ആൻറ്റി, ഈ ബിസിനസ് ഇങ്ങനെയൊക്കെ തന്നെയാ. തുടക്കത്തിൽ ഷെയർ മാർക്കറ്റിൽ ചെറിയ ഇടിവൊക്കെ ഉണ്ടാവും. അന്നേരം നമ്മൾ കൂടുതൽ ഷെയറുകൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യണം. അതാണ് ബിസിനസ് തന്ത്രം. നമുക്കത് ചെയ്യാം. നിങ്ങൾ സമാധാനിക്കേ. അതായത് ഈ സിറ്റുവേഷൻ ഭാവിയിൽ മാറി പ്രതീക്ഷിച്ചതുപോലെ ലാഭം ഉണ്ടാവുമെന്നാണ് റിയ പറയുന്നത്. അതെ, ഈ ബിസിനസ് നമുക്ക് വലിയ ലാഭം തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഷെയറുകൾ വാങ്ങി നമ്മൾ സ്റ്റോക്ക് ചെയ്യണം. അതിനെന്താ, നമുക്കത് ചെയ്യാം അല്ലേ വിനയ്? വിനയ് പറയുന്നതനുസരിച്ച് കമ്പനി ഇപ്പൊ മോശമായ സ്ഥിതിയിലാ നീങ്ങുന്നത്. ഈ രീതിയിൽ പോയാ എത്രയും പെട്ടെന്ന് ലിക്വിഡേഷൻ വേണ്ടിവരും. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്ത് ഈ അവസ്ഥയിൽ നിന്ന് കമ്പനിയെ കരകയറ്റണം. വിശ്വാസിച്ചത് എവിടെ പോയി? നേരെ എത്രയായിട്ടും കാണുന്നില്ലല്ലോ. എന്താണാവോ ഇത്രയും വൈകുന്നത്? മോളെ, അമ്മയുടെ ചക്കരവാവേ, പുന്നാര സ്വത്തേ, അച്ഛനെ കാണുന്നില്ലല്ലോ. അച്ഛനിത് എവിടെ പോയി? പൊന്നു, നീയാ നിങ്ങളുടെ ഐശ്വര്യം. നീ പിറക്കുന്നതിന് മുമ്പ് നിന്റെ ഐശ്വര്യം കൊണ്ട് നിന്റെ അച്ഛൻ വലിയ കോടീശ്വരനായി മാറണം. ദേ, ആ ആഗ്രഹത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നതും. കേട്ടല്ലോ? പാർവതി, എന്താ വിശാൽ സാർ, എന്തത്? ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു.
അതൊക്കെ പറയാം. അതിനു മുമ്പ് ഒരു സർപ്രൈസ് ഉണ്ട്. ദാ, ഇതാണ്. എന്താ ഇത്? ഇത് നീ തുറന്നു നോക്ക്. ആ ഉം. നല്ല മണം. നല്ല മാങ്ങയാണെന്ന് തോന്നുന്നു. ഇത് വാങ്ങാൻ വേണ്ടിയിട്ടാണോ ഇത്രയും വൈകിയത്? ആണല്ലോ. ഇന്ന് എൻ്റെ പാറുവിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കൊണ്ട് തരണമെന്ന് എനിക്ക് തോന്നി. എന്ത് വാങ്ങണമെന്ന് ആലോചിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടിയില്ല. വെറുതെ മാർക്കറ്റിലൂടെ ഓരോ കടകളിലായിട്ട് കയറി ഇറങ്ങി നടന്നു. അപ്പോഴാ വളരെ അപൂർവമായ ഈ മാങ്ങ ഒരാൾ വിൽക്കാൻ വച്ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടത്. എന്നാ പിന്നെ ഇത് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവൾക്കുള്ള സമ്മാനമായിട്ട് ഞാനിങ്ങി എടുത്തു. ഇഷ്ടപ്പെട്ടോ? മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണു നീ.